ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. ഇറ്റ്സ് മീ നീതു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വൈറലായിട്ടുള്ളൊരു പീൽ ഓഫ് മാസ്ക് ആണ്. നിങ്ങൾക്ക് പറഞ്ഞത് കുറച്ച് ബ്രൈറ്റ്നെസ് ആവാനും അതുപോലെ നമ്മളെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ചെറിയ രോമങ്ങളൊക്കെ പോകുന്നതാണ് ഞാൻ ആ വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം അടുത്ത് പാർവതി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഒരു പീൽ ഓഫ് മാസ്ക് ഇട്ടായിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാച്ചിട്ടാണ്. എനിക്കും അറിയില്ല എങ്ങനെയാവുമെന്ന്, പക്ഷെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ചെയ്യാൻ ആദ്യം ആവശ്യമുള്ളത് എഗ്ഗാണ്. എഗ്ഗിൻ്റെ വൈറ്റ് കളർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള, മഞ്ഞ കളർ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. ഇത് ആകെ 2 രൂപ 1 രൂപയായിട്ടുള്ളൂ. അപ്പോൾ ഞാനത് 2 എടുക്കുന്നുണ്ട്. കാരണം ഞാൻ വൈറ്റ് എഗ്ഗ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് 2 എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും 1 എടുത്താൽ മതി കേട്ടോ ബ്രൂവിൻ്റെത്. പിന്നെ എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ, എന്നാലേ നമുക്കത് മൂത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നമുക്കത് ഫേസിലിട്ടോ. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇത് ഞാൻ കണ്ടോ, ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫേസിലിട്ട് നോക്കാം. ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിയിട്ടുണ്ട്, കാരണം ഇത് മെയിലാവാതിരിക്കാൻ ഞാൻ നോക്കിയത്. കുറച്ച് പുതിയ ഡ്രസ്സിനെ അപ്പോൾ പുറത്ത് പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഡ്രസ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യാച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ ഈ പാക്കും. ഓക്കെ, ഇനി നമുക്ക്, എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, അതിൽ ബ്രഷൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിൻ്റെ ഒരു ഭാഗത്തിന് ഇട്ട് കൊടുക്കുക. ഫേസിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഡ്രസ്സുമ്മ അത്യാവശ്യം നല്ല ഡ്രസ്സൊന്നും ഇടാതിരിക്കുക. അപ്പോൾ ഇതാണ് ടിഷ്യൂ പേപ്പർ. അപ്പോൾ ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിക്കണം, അതാണ് പ്രശ്നം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ബ്രഷ് വെച്ച് ചെയ്യുക കുറച്ച് നല്ലത്, കാരണം ഇത് ഒട്ടുമ്പോൾ ഈ ടിഷ്യൂ പേപ്പറും കൂടി നമ്മളെ കൈക്ക് കഷ്ണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, അതാണ് സംഭവം. ഇത് എന്നിട്ട് ഇവിടെയും തേച്ച് കൊടുക്കുക. ചുണ്ടൊക്കെ മാറ്റിട്ടോ. ഈ മൂക്കിൻ്റെ മകളിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഓട്ടിട്ടെടുക്കുന്നത് വളരെ നല്ലതാണ്. അയ്യോട്ട കഴുത്തിലിട്ട് കൊടുക്കും കേട്ടോ. പക്ഷെ എൻ്റെ കഴുത്തിനെ കുടുങ്ങി കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുക്കണില്ല, അതാണ് നല്ലത്. കാരണം ഡ്രസ്സ് നാശാവാൻ ചാൻസ്, ഞാൻ പറഞ്ഞില്ലേ, പുതിയ ഡ്രസ്സാണ്. പക്ഷെ അതിലാ ആക്ട്രസ് നല്ല ഭംഗിയിലായിട്ട് ഒട്ടിച്ചുള്ള എനിക്ക് പറ്റണ പോലെ മാക്സിമം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടി വന്നിട്ട്, എന്നാലും നമുക്കത് ഉണങ്ങിക്കഴിഞ്ഞാൽ പീലാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചിരുന്നത്. ഗൈസ്, നമ്മൾ ഒട്ടിക്കൽ ഏകദേശം കണ്ടിട്ടുണ്ട്. ആരും എന്നെ കണ്ട് പേടിയേണ്ട. പക്ഷെ എൻ്റെ റിസൾട്ട് അടിപൊളിയാണെന്നാണ് പറയണത്.
അപ്പോൾ എന്തായാലും നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ, കാരണം ഭയങ്കര വലിവാട്ടോ. കണ്ടിടൊക്കെ ഭയങ്കര സ്റ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുക, ഭയങ്കര വലിവ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പീൽ ചെയ്തെടുത്ത് വെക്കാം. ചില ഭാഗത്തൊന്നും അത്യാവശ്യം ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ, കാരണം കണ്ടോ. അവരെ മുഖം കഴുകിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടച്ചു കൊടുക്കുക. നമ്മൾ എന്ത് പാക്കിട്ട് കഴിഞ്ഞാലും ഇച്ചിരി മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്, അപ്പോൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ഭാഗമൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കൂടുതൽ ഞെട്ട ഭാഗം തോന്നുന്നു. പിന്നെ ഞാൻ കുറേ ടൈമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും ഉണങ്ങാൻ വേണ്ടി. ഞാൻ ആദ്യ ടൈമല്ലേ, അപ്പോൾ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഇതിൽ ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മുഖം ഒന്ന് എരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിലത്തെ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പൊടി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, കുറച്ച് മുഖമൊക്കെ ഇച്ചിരി ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്ത് നിൽക്കും. പിന്നെ എനിക്ക് അതെടുത്തപ്പോൾ രോമം വന്നില്ല, കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ റേസറായിട്ട് ഇവിടുത്തെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വന്നില്ല. അതിന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് മുഖം മഞ്ഞ കളറൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷേ ബ്രൈറ്റ് കോഫി പൊടിയൊക്കെ നിങ്ങൾക്ക് അറിയാനാണ്. കോഫി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇടയ്ക്ക് സ്ക്രബ് ചെയ്യാറുണ്ട് കോഫി പൗഡർ ആയിട്ട്. അപ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ആൾ പറഞ്ഞ കാര്യമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ മുഖം. ഇത് ഇച്ചിരി കഴിഞ്ഞ് പോകുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇച്ചിരി ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാ. ബൈ.